അന്ധകാരത്തിനുമേൽ പ്രകാശം നേടുന്ന വിജയത്തിൻ്റെ പ്രതീകമായി പ്രതീക്ഷയുടെ മൺചിരാതുകൾ തെളിയുന്ന പുണ്യരാത്രിയാണ് ദീപാവലി. ഓരോ തിരുനാളവും അജ്ഞതയുടെ ഇരുളിനെ അകറ്റി ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും മധുരം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇത് അകന്നുപോയവരെ അടുപ്പിക്കുന്ന സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മഹോത്സവമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കേരളത്തിലുള്ളവർ ഓണം ആഘോഷിക്കുന്ന അത്ര പോലും ദീപാവലി അങ്ങനെ ആഘോഷമാക്കാറില്ല. പക്ഷേ എൻ്റെ റിസോർട്ടിൽ ദീപാവലി നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. പക്ഷേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ്, തമിഴ്, അവരെക്കാളും കൂടുതൽ ഫോറിനേഴ്സായിരുന്നു. അറബ്, സ്പെയിൻ, പോളണ്ട്, മലേഷ്യ തുടങ്ങിയവരായിരുന്നു ഞങ്ങളുടെ സെലിബ്രേഷനിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അവരിൽ പലർക്കും അറിയില്ല ഇത് ദീപാവലി ആണെന്നും കൂടെ. അതിൻ്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എങ്കിലും എല്ലാ കുട്ടികളും എല്ലാ ഗസ്റ്റും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതൊരു അറബിക് കുഞ്ഞാണ്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ പൂത്തിരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു, എല്ലാ കുട്ടികളും. അതുപോലെ തന്നെ നമ്മൾ പടക്കം മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ കൂടുതലും വൈൽഡ് ആനിമൽസ് ഉണ്ട്. നമ്മുടെ ഇതൊരു ഫോറസ്റ്റ് ഏരിയയുടെ നടുക്കായിട്ടാണ് നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ വൈൽഡ് ആനിമൽസിനൊക്കെ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ പടക്കവും കാര്യങ്ങളും ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഈ കൊരോപ്പൂ, കമ്പിത്തിരി, പട്ടാസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ പ്രത്യേക ഒരു കൾച്ചറൽ ഡാൻസാണ് ഗർബ ഡാൻസ്. അത് എല്ലാ അറബ്സും എല്ലാ രാജ്യക്കാരും ഒരുമിച്ച് അവരുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതും കളിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ലതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റിസോർട്ടിലെ ദീപാവലി ആഘോഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്